ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്നെനിക്ക് മാതാപിതാക്കളോടാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ ഒരുപാട് പെൺകുട്ടികൾ ഭർത്തൃവീട്ടിലെ പീഡനങ്ങൾ സഹിക്കാതെ മനോവിഷമത്താൽ ആത്മഹത്യയിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് പെൺകുട്ടികളാണ് ഇങ്ങനെ തൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നത്. വിസ്മയ അടക്കമുള്ളവരെ നമുക്ക് കാണാം. അത് കൊലപാതകങ്ങൾ ഉണ്ട്, ആത്മഹത്യകളുണ്ട്, ഒക്കെയുണ്ട്. അപ്പോഴെനിക്ക് മാതാപിതാക്കളോടാണ് ചോദിക്കാനുള്ളത്, നമ്മുടെ പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഒരു ബലിയാടുകളായിട്ട് കാണപ്പെടുന്നുണ്ടോ എന്ന് സംശയം. കുട്ടികൾ ഭർത്തൃ വീട്ടിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അവർക്ക് അവിടെ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്, അവരെ കുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടും രക്ഷിതാക്കൾ തൻ്റെ കുട്ടിയെ എത്രയും പെട്ടെന്ന് തിരിച്ച് സുരക്ഷിതമായിട്ട് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ മടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ കാലതാമസം നേരിടേണ്ടി വരുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് ഈ ഒരു വീഡിയോയ്ക്ക് കാരണമായിട്ടുള്ളത്. കാരണം പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരുപാട് സ്വപ്നങ്ങളോട് കൂടിയാണ് ആ കുട്ടി പുതിയൊരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ തീരെ അഡ്ജസ്റ്റ് ചെയ്യാനാവാതെ വരുന്ന സമയത്ത് പലവിധ മാനസിക പ്രയാസങ്ങളും അവർ നേരിടേണ്ടി വന്നേക്കാം. ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിരിക്കും പെൺകുട്ടികളെ സംബന്ധിച്ച്. പുതിയൊരു സ്ഥലത്ത് എങ്ങനെ പെരുമാറണം എന്നും മറ്റും പഠിച്ചു വരുന്നതിന് സമയം കൊടുക്കാതെ പെരുമാറുന്ന ഭർത്താവും വീട്ടുകാരും ആ കുട്ടിയെ പെട്ടെന്ന് തന്നെ നിരാശയിലേക്ക് വിടും. ഡിപ്രഷനിലേക്ക് പോകുന്ന അവസ്ഥയിൽ എപ്പോഴും ആത്മഹത്യ ചിന്ത പെട്ടെന്ന് തന്നെ അവരിലേക്ക് വന്നു ചേരാം. അപ്പോൾ ഇതൊക്കെ സ്വന്തം പെൺകുട്ടിയുടെ വീട്ടുകാരാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അവർക്കറിയാം ആ കുട്ടി എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ നേരിടേണ്ടി വരുന്നുണ്ടെന്ന്. ആ കുട്ടി സ്വന്തം വീട്ടിൽ പറയുന്നുണ്ടാവാം. എന്നാലും നാട്ടുകാരെയും മറ്റ് ബന്ധുക്കളെയും എന്ത് പറയുമെന്ന് വിചാരിച്ചും മറ്റും അവർ ഈ പ്രശ്നത്തിൽ അധികം ഇടപെടാതെ നിൽക്കുന്നതാണ് പൊതുവെ കാണപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ തൻ്റെ കുട്ടി അധികം അവിടെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ബാക്കിയൊന്നും നോക്കാതെ പൈസ ഒരുപാട് ചിലവഴിച്ചിട്ടായിരിക്കാം നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. പക്ഷേ അതിനേക്കാളും ആ കുട്ടിയുടെ ജീവൻ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം സന്തോഷത്തോടു കൂടി ഒരു ജീവിതം സ്വപ്നം കാണുന്നവർ തന്നെയായിരിക്കാം പെൺകുട്ടികൾ. അപ്പോൾ അതിനൊക്കെ ഒരു മുൻതൂക്കം കൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള അവസ്ഥയിൽപ്പെട്ട കുട്ടികളെ നിങ്ങളെ സ്വന്തം വീട്ടിലേക്ക് ആ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരികയും കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയുമാണ് വേണ്ടത്. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരിക്കും. കാരണം അവർ കുട്ടികളെ സംബന്ധിച്ച് രക്ഷിതാക്കളെക്കുറിച്ചും കുട്ടികൾ ആലോചിക്കും. കുറേയധികം പൈസ ചിലവഴിച്ച് നടത്തിയ കല്യാണമാണ്, അപ്പം ഞാനെങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവും, ഇതൊക്കെ കുട്ടികൾ ആലോചിക്കും. അവർ അവരുടെ മാക്സിമം സഹിച്ച് മുന്നോട്ട് പോവാൻ അവർ തയ്യാറാവുകയും ചെയ്യും. എന്നാൽ ഇങ്ങനെ എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നത് അവരുടെ ജീവന് തന്നെ ഭീഷണിയായിട്ട് പിന്നീട് മാറുമെന്നത് മാതാപിതാക്കൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിച്ചു കൊടുത്താൽ തൻ്റെ ബാധ്യത കഴിഞ്ഞു എന്ന ആ ഒരു ചിന്ത ഒഴിവാക്കി എപ്പോഴും ആ കുട്ടികളെ ചേർത്ത് നിൽക്കാൻ ശ്രമിക്കുക. സന്തോഷത്തോടെ സ്വതന്ത്രമായി ജീവിക്കേണ്ട ഒരു ജീവിതം എന്തിന് പീഡനങ്ങൾ സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം?